ആ പെണ്ണുങ്ങൾ പറഞ്ഞു ഹാശലില്ലാ മാ ഹാദാ ബശറൻ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. ഇതൊരു മലക്കാണ്, ഇതൊരു മനുഷ്യനല്ല എന്നാ പറഞ്ഞത്. ആരെക്കുറിച്ച്? യൂസുഫ് അലൈഹിസ്സലാം. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുത്തെ സൗന്ദര്യം മനസ്സിലാക്കാൻ ആയിഷ ബീവി പറയുന്ന ഒരു പദ്യം കേട്ടാ മതി. ആയിഷ പറയുന്നുണ്ട്, ലവാഖി സലീഖാലോ റഅയ്നാ ജബീനഹു ലആസർന ബിൽ ഖത്ഇൽ ഖുലൂബ അലൽ ഐദി. ലവാഖി സലീഖ, ഏ സുലൈഖയുടെ തോഴിമാരെ, സുലൈഖയുടെ തോഴിമാരെ, ലൗ റഅയ്നാ ജബീനഹു, അവരാരെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജബീൻ, അവിടുത്തെ നെറ്റിയൊന്ന് കണ്ടാൽ മതി, ശരീരം മുഴുവനും കാണണ്ട, അവിടുത്തെ നെറ്റിയൊന്ന് കണ്ടാൽ അവർ കൈ മുറിക്കുന്നതിന് പകരം ഖൽബ് മുറിച്ചു കൊടുക്കുമായിരുന്നു എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. അതാണ് ഇമാം ബുസൂരിയും പറഞ്ഞത്, മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖാസിമി മൗലായ സ്വല്ലി വസല്ലം على حبيبك خير الخلق كلهم. അല്ലാഹു ആകെ പടച്ച സൗന്ദര്യത്തിന്റെ പകുതി യൂസുഫ് അലൈഹിസ്സലാമിനാണ് കൊടുത്തതെങ്കിൽ ആ സൗന്ദര്യത്തിന്റെ പൂർണ്ണത അല്ലാഹു നൽകിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അത് ഇന്നേ വരെ ആരും കാണേണ്ടതുപോലെ കണ്ടിട്ടില്ല. സ്വഹാബത്ത് കണ്ടോ? കണ്ടിട്ടില്ല എന്ന് ചരിത്രം. സ്വഹാബത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ അവിടുത്തെ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാൻ അല്ലാഹു അവസരം കൊടുത്തിട്ടില്ല. അങ്ങനെയല്ലേ സുനനു തുർമുദിയിലൊക്കെ നമ്മൾ കാണുന്നത്. മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഖത്തേക്ക് നേരിട്ട് നോക്കുന്ന ആളാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരിട്ട് നോക്കുന്ന ആളാണ്. നോക്കൂ, ഹദീസ് നോക്കൂ, ഫലാ യർഫഉ ഇലൈഹി അഹദും മിൻഹും ബസറഹു. സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ പോലും അല്ലാഹുവിന്റെ ഹബീബിനെ വേണ്ടതുപോലെ നോക്കിയിട്ടില്ല. ഇല്ലാ അബൂബക്കറിൻ വ ഉമർ റളിയല്ലാഹു അൻഹുമാ. ആ രണ്ട് മഹാന്മാരല്ലാതെ വേണ്ടതുപോലെ നോക്കിയിട്ടില്ല.